കോഴിക്കോട്ടെ വീണ്ടും തെരുവുനായ ആക്രമണം. പനായി സ്വദേശി അനിൽകുമാറിന് കടിയേറ്റു. റോഡിലൂടെ നടന്നു പോകുമ്പോൾ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. നടപ്പാതയിൽ കൂടെ വരുമ്പോൾ ഇത് മൂന്നാമത്തെ ആളെയാണ് ഈ നായി കടിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്നെ കടിച്ചിട്ട് ഈ പറക്കുളം ജയേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ് എന്നെ പാസോലി കൊണ്ടുവരുന്നത്. 4 പല്ല് കെട്ടി മുക്കിപ്പോൾ ഇപ്പം വന്നിട്ടാണ്. അപ്പോൾ 4 ടീറ്റി എത്തി. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സമീർ, നമ്മുടെ ആളുകൾക്ക് തെരുവിൽ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെയാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായിക്കൊണ്ട് തെരുവുനായ ആക്രമണം രൂക്ഷമാണ്. അതിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ ബാലുശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത്. പാനായി സ്വദേശിയുള്ള അനിൽകുമാറിനാണ് കടിയേറ്റിരിക്കുന്നത്. ഇദ്ദേഹം വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് പിന്നിൽ നിന്ന് ഈ തെരുവുനായ എത്തുകയും വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിരിക്കുന്നത്. കാലിൻ്റെ വിവിധ ഇടങ്ങളിലാണ് കടിയേറ്റിരിക്കുന്നത്. ഈ സംഭവം ഇപ്പോൾ പനായി സ്വദേശിയായിട്ടുള്ള ഇദ്ദേഹത്തിനാണ് കടിയേറ്റിരിക്കുന്നത്. മാത്രമല്ല ഇതിലൂടെ കോക്കലൂർ സ്കൂളിലെ കുട്ടികൾ, അതുപോലെ തന്നെ ട്യൂഷൻ പോകുന്ന കുട്ടികളൊക്കെ നിരവധി വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന ഒരു വഴിയാണ്. അവിടെ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വലിയ ആശങ്കയിലാണ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഇത് 11 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ഈസ്റ്റ് ഹില്ലിൽ കഴിഞ്ഞ ദിവസം 8 പേർക്ക് കടിയേറ്റിരുന്നു. വീട്ടമ്മ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റിരുന്നത്. മാത്രമല്ല കുറ്റ്യാടിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർക്കും കടിയേറ്റിരുന്നു. അതിപ്പോൾ തുടർച്ചയായിക്കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ആശങ്കയിലാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ ഉള്ളത്. ഇതിനൊരു അമർച്ച ഉണ്ടാക്കണം, ഒരു തെരുവുനായ ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് കൂടി കടിയേറ്റിരിക്കുന്നു. വളരെയേറെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.